ഒരു കല്യാണത്തിന് 50 പേരുക്കുള്ളിൽ കൂടുതൽ അവിടെ പോകുന്ന ആളുകളാണ്. അതെ, ഒരു മരണാന്വേഷിച്ച് അവിടെ കരച്ചിലോട് പോയിരിക്കുന്ന ആളുകളാണ്. എന്താണ് ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രശ്നം വരും മാത്രം അതിനെ എതിർത്ത് നിൽക്കാൻ ഇനി ശ്രമിച്ചാൽ പോയി കുളിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും ചോദിച്ചു. സ്നാനം ചെയ്ത് എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. അനുഭവം അല്ലേ? അനുഭവമായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ തോട്ടിലോ ആറ്റിലോ കടലിലോ ചെന്ന് കുളിക്കാം. പക്ഷെ അവിടെ എന്തിനു കുളിക്കുന്നു അത് ആ ഒരു സമയമാണ്. ഞാൻ ഒരിക്കൽ കൊല്ലത്ത് വെച്ച് ഒരു വളരെ അത്ഭുതകരമായിട്ട് കുറേ പണക്കാർ ഈഴവരും നായന്മാരും ഇവരെന്താണ് ചോദിച്ചാൽ ഈഴവര് നായന്മാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കല്യാണം പാവപ്പെട്ടവർ കല്യാണം കഴിക്കുകയാണ് അവിടെ പോയിട്ട് അവർ 10,000 രൂപ വെച്ച് കൊടുക്കും. കേരളം ശക്തമായ സംഘടനയാണ്. ഇവരൊക്കെ വരണമായിരുന്നു. അതെങ്ങനെ ജാതി സ്പിരിറ്റ് കിടക്കല്ലേ? കുംഭമേള വന്നു, നമ്മൾ വീണ്ടും ഒരു ഉണർവ്. ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്, സനാതന ധർമ്മിയാണെന്നൊക്കെ പറയാനുള്ളൊരു ആർജവം കാണിച്ചു. അപ്പോൾ ഇപ്പോൾ മാഘമേള കഴിഞ്ഞു, അപ്പോൾ കേരളത്തിൻ്റെ കുംഭമേള കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും? ഇത് കേരളത്തിലെ ചരിത്രത്തിലും ഹിന്ദുമതത്തിൻ്റെ ചരിത്രത്തിലും ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും. എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തെ ഇനി നമ്മൾ കുംഭമേളയ്ക്ക് മുമ്പും കുംഭമേളയ്ക്ക് ശേഷവും എന്നാവും. മാഘമേളയ്ക്ക് മുമ്പും അങ്ങനെ ചരിത്രം മാറ്റേണ്ടി വരും. കേരള ഹിസ്റ്ററി ബിഫോർ കുംഭമേള, കേരള ഹിസ്റ്ററി ആഫ്റ്റർ കുംഭമേള. അത്രയധികം വ്യത്യാസം, അത്രയധികം ചലനങ്ങൾ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കും. ഇതിലൊരു ഈ അടുപ്പൂട്ടി ചർച്ചയെക്കുറിച്ച് അങ്ങ് കേട്ട് കാണും മീഡിയ വണ്ണിൻ്റെ. അപ്പോൾ അവർ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2028 ഇതിൻ്റെ വലിയൊരു സംഭവം വരാൻ പോകുന്നു കേരളത്തിൽ. അതെന്തിനാണ് 28 വയ്ക്കുന്നത്? 29 കൃത്യമായി ഇലക്ഷൻ നടക്കും. ഒരു അജണ്ടയാണ് എന്നുള്ള രീതിയിലാണ് മീഡിയ വൺ അന്ന് ചർച്ച ചെയ്തത്. നമ്മൾ അത് ചർച്ച കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. എനിക്കിപ്പം അത് ചോദിക്കാൻ പറ്റിയ ഒരാൾ അങ്ങൊരു സന്യാസിയാണ്. അത് അങ്ങനൊരു തീരുമാനം ഇപ്പോൾ ഒരു ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ അത്തരം ശക്തികൾക്ക് ഉണർവേകും എന്നവർ ഭയക്കുന്നു. തീർച്ചയായിട്ടും ഭയക്കണ്ടേ? കാരണം ഹിന്ദുവിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് ഏത് പാർട്ടി, ഞാൻ ഇന്ന പാർട്ടി എന്ന് പറയാനില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ബിഷപ്പന്മാരെ പോയി കാണുന്നു, പെന്തിക്കോസ് വലിയ ആളുകളുടെ ഫ്രണ്ട് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുകളാണ്. ഗണേഷ് കുമാർ അതിൻ്റെ ഒരു വലിയൊരു ഇതാണ്. അദ്ദേഹം പിന്നെ NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹം ഈ ബന്ധക്കോസ്റ്റിൽ പോയ ആളുകളുടെ അടുത്ത് പോയി ചെന്ന് പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇലക്ഷൻ. ശിവൻകുട്ടി മന്ത്രി. അതെ അതെ അതെ, എനിക്ക് വളരെയധികം സ്നേഹവും ബഹുമാനമുള്ള ആളാണ് ശിവൻകുട്ടി. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ശിവൻകുട്ടി നിൽക്കുന്നു, വോട്ട് ചോദിക്കുന്നു, അതിൻ്റെ പുരോഹിതൻ തലയിൽ കൈവച്ച് പറയുന്നു ജയിച്ചാലും ജയിപ്പിച്ചാലും എന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവൻകുട്ടിയുടെ ഉള്ളിൽ എന്തായിരിക്കും? ചിരി വരില്ലേ? തീർച്ചയായിട്ടും. എനിക്കറിയാം അദ്ദേഹം ഈശ്വരവിശ്വാസം ഒന്നുമല്ല അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ സഹിച്ചേ പറ്റൂ, ഇവൻ്റെയൊക്കെ വോട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ എന്ന മാനസികാവസ്ഥ തന്നെയായിരിക്കും ഇവരൊക്കെ നിൽക്കുന്നത്. തീർച്ചയായും. അതുപോലെ ആയിരിക്കും മുസ്ലിം സമുദായത്തിൻ്റെ വലിയ നേതാക്കളെ പോയി കാണുന്നത്. എല്ലാവരും കാണുമല്ലോ, ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. കാണും. അപ്പം ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഒരു എന്താ പറഞ്ഞാൽ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇങ്ങനെയല്ല ഇപ്പോഴത്തെ ഇപ്പോൾ താൽക്കാലിക രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത് സഹിച്ചാൽ പറ്റും രാഷ്ട്രീയത്തിൽ, നിവൃത്തിയില്ല. കാരണം ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതെ അതെ അതെ. അതിനെ എതിർത്ത് നിൽക്കാനുള്ള ചെങ്കൂറ്റം വളരെ കുറച്ചാണ്. എനിക്ക് തോന്നുന്നത് ഹിന്ദു ഇപ്പം അങ്ങനെ ഒരു സംവിധാനത്തിൽ വന്നാൽ ഇപ്പോൾ മുരുക യുഗവും മുരുകൻ്റെ ആ സംഗമങ്ങളൊക്കെ നടക്കുകയാണ്. മിക്കവാറും ശിവൻകുട്ടിയൊക്കെ ശൂലം കുത്തി അധികാരം നല്ല നാക്കുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ഒരു നാക്കുണ്ടല്ലോ, എല്ലാവരിലും ഉണ്ട്, പക്ഷെ ആരിലും ഇല്ല എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് കാണാൻ അറിയാം. എനിക്ക് തോന്നുന്നു ഈ മാർക്സിസ്റ്റുകാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അവസരത്തിനൊത്ത് ഉയരാൻ അവർക്ക് നന്നായിട്ടറിയാം, ആരെയും കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പം ഇതുവരെ ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊരു ബാങ്കില്ല. അല്ല, എനിക്കതിൽ വിഷമം തോന്നിയത് പിന്നെ ഈ നമ്മൾ എല്ലാവരും മൈത്രിയൊക്കെ പറയുന്നു, അങ്ങ് ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട്. ഈ മാഘമേള നടന്ന സമയത്ത് ഒരു BJPയിലെ രാഷ്ട്രീയ ആൾക്കാർ മാത്രമല്ലാതെ ഒരു ഇടതെന്നോ ഒരു വലുതെന്നോ കോൺഗ്രസ്സെന്നോ അവർക്ക് ഹിന്ദുമത വിശ്വാസികളായിട്ട് പല ആൾക്കാരുമുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുമുണ്ട്. അവരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായില്ല. ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ല. ദേവസ്വം ബോർഡ് തരൂര് പറഞ്ഞു,
തരൂര് മാത്രമേ അത് പറഞ്ഞുള്ളൂ. വളരെ ബുദ്ധിയുള്ളതെന്ന് ശശി തരൂര് ഈ ആറ്റം ബോംബ് എവിടെയാണ് പൊട്ടുന്നത് നന്നായിട്ട് അറിയാന്നുള്ള, എവിടെയാണ് അഗ്നിപർവ്വതം പൊട്ടും എന്ന് വളരെ നന്നായിട്ട് അറിയുന്ന നന്നായിട്ട് ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു. ആ. അപ്പൊ അദ്ദേഹത്തെ ഒഴിച്ചാൽ ആ. ബാക്കിയുള്ള നേതാക്കന്മാരാരും ഈ മതമൈത്രിയുടെ പേരും പറഞ്ഞ് അവിടെ വരുന്നില്ല. വരുന്നില്ല. ഞാനും ഇതിലൊക്കെ വിശ്വാസമുണ്ട്. എനിക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്, അത് നമ്മൾ വന്നു, ഞങ്ങളൊരു അല്ലെങ്കിൽ ഒന്ന് കാണാനെങ്കിലും വരാൻ. തീർച്ചയായിട്ടും അങ്ങനെ വരാമായിരുന്നു. അങ്ങനെ വരാൻ എന്താ പേര്? ദേവസ്വം ബോർഡ് തിരുനാവായ അറിയാലോ. ഒരു ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് വന്നോ? ആരും വന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ദേവസ്വം ബോർഡ് മന്ത്രി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും ഭക്തജന തിരക്ക് അവിടെ ഉണ്ടായി. ദിനം ഞാൻ 2 ലക്ഷവും അതെ ഇത്തരം തിരക്ക് ആരും പ്രതീക്ഷിച്ചില്ല. എന്നാലും വാർത്തകൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഏത് കാര്യത്തിനകത്തും മുന്നിട്ട് നിന്ന് അവരുടെ സംരക്ഷകരാണ് ഞങ്ങൾ പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രയാസം. കാര്യം അവര് അടിസ്ഥാന വർഗം എന്നുള്ള രീതിയിലാണ് പടലത്തോടെ വരും. അല്ല, ഹോൾസെയിലാണ് ഇവര് പറയുന്നത്. അവര് അടിസ്ഥാന വർഗമാണ്. അവര് നമ്മള് സപ്പോർട്ട് ചെയ്യണം. അല്ല, അവര് ഒരുമിച്ച് വോട്ട് ചെയ്യും. അതെ, ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല. ഇപ്പോൾ തോപ്പിൽ ഭാസ ഇലക്ഷൻ നിന്നു പണ്ട് ചങ്ങനാശ്ശേരിയിൽ. ചെവരെഴുതിയത് തോപ്പിൽ ഭാസ്കരപിള്ള എന്നാണ് ഇലക്ഷന്. ഇത് തോപ്പിൽ ഭാസ് കണ്ടിട്ട് അങ്ങേരെ തന്നെ പോയി മാച്ചല്ല, തോപ്പിൽ ഭാസി എന്നാക്കി. അപ്പോൾ കുറച്ച് വീരമുള്ള നായന്മാരൊക്കെ കൂടെ ചെന്ന് മന്നത്തപ്പനോട് പറഞ്ഞു. ഇന്ന് മന്നത്തപ്പൻ വാഴുന്ന സമയമാണ്. അയാൾ പേര് ഭാസ്കരപിള്ള എന്ന് പറയാൻ പോലും അഭിമാനമില്ല. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് കാണാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൾ പോയി പറഞ്ഞു ഒന്ന് കാണണം. അപ്പോൾ തോപ്പിൽവാസി പറഞ്ഞു കാണാം, എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമൊക്കെ തന്നെ, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഇലക്ഷന് മുമ്പ് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഇവരങ്ങ് ചെന്ന് ചൂടായിട്ട് മന്നത്തപ്പനോട് പറഞ്ഞു ഇവനെ തോപ്പിക്കണം നമുക്ക്. ഇവനൊരു നായരാണ്, എന്നിട്ട് പോലും ഇവൻ പറയുന്നില്ലോ നായരാണ്, അത്ര നമ്മൾ താന്നു കൊടുക്കണോ എന്ന് മന്നത്തിനോട് ചോദിച്ചു. അപ്പോൾ മന്നൻ ചോദിച്ചു എന്താണ് അവൻ പറഞ്ഞത്? പുള്ളി പറഞ്ഞു ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരും, അതിന് മുമ്പേ ഞാൻ വരില്ല. അപ്പോൾ മന്നൻ ചിരിച്ചു പറഞ്ഞു എടാ അവനൊരു നായരാണ്, അതുകൊണ്ടാണ് അവനെങ്ങനെ പറഞ്ഞത്. മനസ്സിലല്ലേ? അന്നത്തെ കാലത്താണ് ഞാൻ പറയണത്. അപ്പോൾ അന്ന് നായർ സംഘടനയുടെ എവിടെയും ഈഴവർ സംഘടനയുടെ ഒക്കെ പോകുന്ന ഒരു വലിയ ഇതുണ്ട്. അതിന് ഇന്നിപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഈ മാഘമേളത്തിന് ഈ സമുദായ നേതാക്കന്മാരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കളാണെന്ന് പറയുന്നു അവർ. പല സമയത്തും നമുക്ക് ഐക്യം വേണം, ഹിന്ദു ഐക്യം വേണം എന്ന് പറയുന്ന ഈ 2 സംഘടനയുടെ നേതാക്കന്മാരും അവിടെ കണ്ടിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്ന ബോധം വളർന്ന നായരെന്നുള്ള ഈഴവരെന്നുള്ള ബോധം പോവും. ആരെങ്കിലും അങ്ങനെ ആത്മഹത്യ ചെയ്യുമോ? അതല്ലേ ഹിന്ദു ബോധം. ഇപ്പം ഈഴവരും നായരും കൂടെ ഒരുമിക്കുന്നു, വളരെ നല്ല തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മാറി തുടങ്ങി കേട്ടോ. ചെറുപ്പക്കാർക്ക് ജാതി ചിന്ത പോയിട്ട് മതചിന്ത പോലും ഇല്ല, അവർ മാറി തുടങ്ങി. അപ്പോൾ പിന്നെ നായർ സമുദായത്തിൽപ്പെട്ടവരെല്ലാം, ഞാൻ ഒരിക്കൽ കൊല്ലത്ത് വെച്ച് ഒരു വളരെ അത്ഭുതകരമായ കാര്യം കണ്ടു. കുറേ പണക്കാർ ഈഴവരും നായന്മാരും. ഇവരെന്താണെന്ന് ചോദിച്ചാൽ ഈഴവർ നായന്മാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന് പാവപ്പെട്ടവർ കല്യാണം കഴിക്കുകയാണ്, അവിടെ പോയിട്ട് അവർ 10,000 രൂപ വെച്ച് കൊടുക്കും. മാത്രമല്ല അവരുടെ സദ്യയിൽ നിന്നിരുന്ന് പങ്കെടുത്ത് എല്ലാം അറിയപ്പെടുന്ന ആളാണ്. ഈഴവരും നായരും തമ്മിലുള്ളൊരു സംഘമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനം, എത്ര ഫോർവേഡായി അവർ. തീർച്ചയായിട്ടും അല്ലേ? നായർ സമുദായം, ഈഴവ സമുദായം, നാടാർ സമുദായം കൂടെ ഒരുമിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ ശക്തമായ സംഘടനയാണ്. വരണമായിരുന്നു. അതെങ്ങനെ ജാതി സ്പിരിറ്റ് കിടക്കല്ലേ? അതല്ലേ പ്രശ്നം. അപ്പോൾ ഈ ജാതി സ്പിരിറ്റിന് പകരമായ ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന പുതിയ സ്പിരിറ്റാണ് വരുന്നത്. ഈ സ്പിരിറ്റ് കാണുവാനുള്ള കണ്ണില്ല രാഷ്ട്രീയക്കാർക്ക്. അല്ലെങ്കിൽ ഇവർ കാല് മാറേണ്ട സമയമായി. മനസ്സിലല്ലേ? ഇത് ശക്തമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഗംഗാപ്രവാഹം പോലെയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിത്തറയിലേക്ക് ചെന്ന് കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇതൊരു ബിഗ് മിസ്റ്റേക്കാണ്, ഭയങ്കര ബിഗ് മിസ്റ്റേക്കാണ്. അവിടെ ഇപ്പോൾ പോകാമായിരുന്നു. പോയി എന്ത് പോയാലും ശരി, ഒരു 10,000 ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോയാലെന്താ അവരെ ഇറക്കി വിടുവോ? ചോദിക്കുമോ? ഒന്നുമില്ലല്ലോ. അഭിമാനത്തോടെ സ്വീകരിക്കും. ഇപ്പോൾ മുസ്ലിം നേതാക്കളെ പോയെന്ന് വിചാരിക്കാം, അതെ, ഭയങ്കര സന്തോഷത്തോടെ. സൂഫി മതത്തിൽ സൂഫികൾ വന്നോടെ ഇപ്പം ഇവിടുത്തെ ക്ലീമസ് തിരുമേനി, അങ്ങനെയുള്ള തിരുമേനിമാർ ഒരു കൂട്ടമായിട്ട് പോയിട്ട് നിങ്ങളുടെ ഒരു ഇതല്ലേ എന്ന് പറഞ്ഞ് വന്നാൽ അദ്ദേഹത്തെ ദൈവത്തെ പോലെ സ്വീകരിക്കില്ലേ? അതല്ലേ ഹിന്ദുവിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പം പക്ഷേ എല്ലാവരും സംശയത്തോടെ നിൽക്കുകയാണ്. കാരണം ഇത്ര പെട്ടെന്ന് കയറിയതങ്ങ് വലുതാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അവർ നോക്കിയ സേവാഭാരതിയുടെ പ്രവർത്തകർ നിന്ന് സേവനം ചെയ്യുന്നു. കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. RSS പിന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവുമല്ലോ, സംശയമൊന്നുമില്ല. പക്ഷേ
ഒരു കല്യാണത്തിന് 50 പേരുക്കുള്ളിൽ കൂടുതൽ അവിടെ പോകുന്ന ആളുകളാണ്. അതെ, ഒരു മരണാന്വേഷിച്ച് അവിടെ കരച്ചിലോട് പോയിരിക്കുന്ന ആളുകളാണ്. എന്താണ് ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രശ്നം വരും മാത്രം അതിനെ എതിർത്ത് നിൽക്കാൻ ഇനി ശ്രമിച്ചാൽ ഇനി വലിയ കുഴപ്പമില്ല, അവരുടെ അടിത്തറ പോകും, ഒറ്റ സംശയമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് യു ഹാവ് എവേക്കൻ്റെ ഒരു വ്യാളിയെ ഉണർത്തി ഞാൻ പറഞ്ഞത്, ഒരു ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തിക്കളഞ്ഞു. ഭയങ്കര ഒരു ഹിന്ദു ഫീലിംഗ് ആളുകളിലേക്ക് വരികയാണ്. ഞാൻ എല്ലാ മതവിഭാഗങ്ങളും അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളും എൻ്റെ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ വരുള്ളൂ. പക്ഷെ അന്നുള്ള ഹിന്ദുക്കളല്ല ഇന്നുള്ളത്. ഇന്ന് നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ ഇത് നിലനിൽപ്പില്ല. അതിൽ എനിക്ക് കുംഭമേളയിൽ പോകാൻ പറ്റില്ല, എനിക്ക് തൊണ്ടയും മുട്ടും വയ്യ, അതിന് പനി അടിച്ച് കിടക്കാൻ. പക്ഷേ ഞാൻ അതിൻ്റെ എല്ലാ റീലിലും കൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നു, മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും. എന്തിനാണ് പോയി കുളിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും ചോദിച്ചു എന്താ കാര്യം? ഇത് ജവഹർലാൽ നെഹ്റു സ്നാനം ചെയ്ത് എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. അനുഭവം അല്ലേ? അനുഭവമായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ തോട്ടിലോ ആറ്റിലോ കടലിലോ ചെന്ന് കുളിക്കാം. പക്ഷെ അവിടെ എന്തിനു കുളിക്കുന്നു, അത് ആ ഒരു സമയമാണ്. ഇത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല. ഈ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കുംഭമേള, ജവഹർലാൽ നെഹ്റു ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ കഷ്ടപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് കുറേ വിശ്രമിക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ ആനന്ദ ഭവനത്തിൽ പോയി വരുമ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത്. അപ്പം നെഹ്റു വിചാരിക്കുകയാണ്, ഇതിലൊരു 10% ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എന്നേ ഞങ്ങൾ ജയിച്ചേനെ. സ്വാതന്ത്ര്യം നേരത്തെ കിട്ടിയത്. അതെ. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ പോയി ഗംഗയിൽ മുങ്ങിപ്പോയി അല്ലെങ്കിൽ ഒരു നദിയിൽ മുങ്ങിപ്പോയി കുളിച്ചിട്ട് എന്താണ് ഇവർ കിട്ടുന്ന അങ്ങ് പറഞ്ഞില്ലേ ആ അനുഭവം. അതായത് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കാം, ഒരുപാട് തെറ്റുകൾ, അത് മുഴുവൻ വെള്ളത്തെ മുങ്ങിട്ട് മറ്റൊരു ജന്മമായിട്ട് വരിക, അത് അനുഭവിക്കണം. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു അത്. ഇത്ര ലക്ഷം ആളുകളുടെ കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. അത് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. നമ്മുടെ കുടുംബത്തെ നമ്മളെ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു കാര്യം. ഇപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രീയമായി അതെന്താണെന്ന് അറിയാനുള്ള ഒരു അവസരമായിരുന്നു നമ്മുടെ അനുഭവം. അതെ, ഒരു വല്ലാത്തൊരു അനുഭവം. ആ അനുഭവം മുങ്ങി വരുന്ന ആൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ഇത്രയും ജനം ഒരു. അതെ അതെ, ഇത്രയും ഹിമാലയത്തിൽ ഇത്രയും സന്യാസിമാരുണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു. ഈ കുംഭമേള വന്നപ്പോഴേ മനസ്സിലായി ഇവിടുന്ന് ഇത്രയും ലോകം 10 ലക്ഷം സന്യാസിമാരുടെ തലവനാണ് നമ്മുടെ മഹാമണ്ഡലേശ്വർ ജുനാഘാട. 10 ലക്ഷം ആലോചിച്ചു. രാഷ്ട്രീയ പാർട്ടികളില്ല ഇല്ല. ഈ സന്യാസി എന്ന് പറയുന്നവൻ അവൻ സ്വന്തം ജീവനെ പോലും പേടിയില്ലാത്തവനാണ്. അത് നഷ്ടപ്പെട്ടവരിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കാനാണ്. അതെ. പക്ഷെ അവൻ എന്തുകൊണ്ട് സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ സമൂഹം പതുക്കെ 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 നന്നായി വരികയുള്ളൂ. അല്ല ഒറ്റയടിക്ക് ഒരു വിപ്ലവം ഒന്നും ഉണ്ടാവില്ല. വിപ്ലവം മതത്തിലില്ല, ഇവിടെ എവല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾ കയറുന്ന എന്താണ് കുഴപ്പം? ഹിന്ദുമതത്തിനൊരു കുഴപ്പമില്ല. പിന്നെ എന്താണ് കുഴപ്പം? അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാൻ പോകുമ്പോൾ അത് കുഴപ്പം. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അവരെ പോലെ വലിയൊരു ആത്മീയ ആചാര്യനാവാൻ ശ്രമിച്ചതാണ്. ഒരു എന്തോ പറയുമല്ലോ, ഒരു മാറ്റം. ചില രാഷ്ട്രീയക്കാരെ അത് മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അത് വിപ്ലവത്തിലൂടെ അല്ല. അടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റും ഒരുത്തനെ എന്ന് നല്ല കാര്യത്തിന് നീ വളക്കെട്ടട എന്ന് പറയാൻ പറ്റും. എവല്യൂഷനിൽ പറ്റും. പതുക്കെ 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 അത് ശരിയായിട്ട് വരും. അത്രേ ഉള്ളൂ. അല്ലാതെ ഹിന്ദുമതത്തിലെ സ്ത്രീകളോട് വിരോധം കയറിയതുകൊണ്ട് ഹിന്ദുമതത്തിനൊന്നും സംഭവിക്കാൻ പോകണില്ല. സനാതനത്തിനൊന്നും. വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട്, അതും ഈശ്വരവിശ്വാസമില്ലാത്ത ഒരാൾ വന്നിട്ട് കേട്ടണം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഇതാണ് ശരി എന്ന് അപ്പുറത്തോരത്തം കയറി പറഞ്ഞാൽ നമ്മൾ പോയി സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് സംഭവിച്ചത്. അല്ലാതെ സ്ത്രീകളോടുള്ള വിരോധമൊന്നും ഹിന്ദുമതത്തിലില്ല. അപ്പം അത് സ്ത്രീകൾക്ക് തന്നെ അറിയാം. അതാണ് അവരാണ് ആദ്യം ഇറങ്ങിയത്. നിങ്ങൾ നമ്മളെ നന്നാക്കണം. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടാവും. അമ്മമാരാ ആദ്യം ഇറങ്ങിയത്. അയലൊക്കെ ഒരുത്തം കയറി വന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞാൽ സ്ത്രീകളല്ലേ പറയണത്, താൻ പോയി ഇവിടെ കിടപെട, എന്റെ ഭർത്താവ് എന്നെ അടിക്കും. അതാണ് ടിപ്പിക്കൽ ഹിന്ദു ഒരു ഫീലിംഗ് ആണ്. പക്ഷേ തീർച്ചയാണ് ഈ ജാതി വ്യവസ്ഥയിൽ നിന്നും ഒക്കെ ഹിന്ദുമതം ഉണർന്നു വരികയും അതൊരു വലിയൊരു ഇതാണ് പൊളിറ്റിക്കൽ ബാങ്കായിട്ട് മാറുകയും ചെയ്യുന്നതിൻ്റെ തുടക്കമാണ് കുംഭമേള. അത് എത്രയോ പേര് അടികൊണ്ടതും ജീവൻ കൊടുത്തതും ഹൃദയം പൊട്ടി പ്രസംഗിച്ചതും. എൻ്റെ ഗുരുവൊക്കെ പ്രസംഗിച്ചൊക്കെ വന്ന് തളർന്ന് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഹിന്ദുക്കളൊരു ഉണരാത്തതിൽ എന്തോ ഒരു സങ്കടം മനുഷ്യൻ അനുഭവിച്ചെന്ന് എനിക്കറിയാം. എന്തുമാത്രം എതിർപ്പ് അനുഭവിച്ചു. അവരൊക്കെ ഇന്നിപ്പോൾ വരികയാണെങ്കിൽ ആ കുംഭമേള ഇരുന്ന് ആലോചിച്ചു. ചിന്മയാനന്ദ സ്വാമി, അഭേദാനന്ദ സ്വാമി, പിന്നെ സ്വാമി സത്യാനന്ദ സരസ്വതി, ഇവരെല്ലാം കണ്ണ് നിറഞ്ഞു കാണും. കാരണം ഒരു പ്രസംഗിക്കാൻ ഒരു വേദിയിൽ പോയാൽ 2 പേരില്ലാതെ വിഷമിച്ച ഒരു കാലഘട്ടം. പിന്നീട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറി. എന്നാലും ഇതുപോലൊരു സംഭവം അതും എല്ലായിടത്തും നോട്ടീസ് അടിച്ച്
എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും കയറി ഒന്നുമല്ല. അല്ല അല്ല ഇനി ഇത് ഓട്ടോമാറ്റിക് ഓടിക്കൊള്ളും. ഇത് എഞ്ചിൻ സ്റ്റാർട്ടായി. തീർച്ചയായും ഇനി തീർച്ചയായിട്ടും കേരളത്തിലും ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെ വല്ലാത്തൊരു സ്വാധീനമുണ്ടാകും. വല്ലാത്തൊരു സ്വാധീനമുണ്ടാകും. ഒരുപാട് പേര് ഹിന്ദു മതത്തിലേക്ക് വരും. ഇപ്പം കണ്ടിട്ടില്ലേ, ഒരുപാട് പേര് വന്നു സന്യസിക്കുന്നു. സിനിമാ നടികളൊക്കെ ഒന്ന് സന്യസിക്കുന്നു. നമ്മൾ ഉണർന്നു എണിച്ച് കൈ ശരിയാണ്. നമ്മുടെ ദൈവങ്ങളുടെ കയ്യിൽ വാളും പരിചയമൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്നാളെ ഒരു ചർച്ചയിൽ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ പറയുന്നത്, നിങ്ങൾ അഹിംസയാണ് ഹിന്ദു മതം, ഹിംസ ചെയ്യാത്തവൻ ഹിന്ദു എന്നെങ്ങനെ നിർവഹിക്കും? ശിവൻ്റെ കയ്യിൽ ശൂലമുണ്ട് അല്ലേ, എല്ലാ ആയുധങ്ങളും ഉണ്ട്. നിങ്ങൾ ശക്തനാവുക എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കാനല്ല. ഇപ്പം നമുക്ക് ആറ്റം ബോംബ് ഇല്ലായിരുന്നു, എന്താ സ്ഥിതി? അന്ന് വാജ്പേയിയുടെ കാലത്ത് ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചോണ്ടില്ലേ നിവർന്നിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി? ഉള്ള ടാരിഫുകളുടെ മുഴുവൻ ഇന്ത്യ മുങ്ങിപ്പോകും. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പൊ തന്നെ അമേരിക്ക തിരിച്ചു വന്നു. ട്രംപ് പറയണമെന്ന് നമുക്ക് വെളിച്ചപ്പാടത്തുള്ളും പോലെയാണ് എന്തൊക്കെ പറയുന്നത്. പക്ഷെ മോദി അത് അനങ്ങിയിട്ട് ആ നിശബ്ദത എന്നുള്ള ഹിന്ദുമതത്തിൻ്റെ നിശബ്ദതയാണ്. ഹിന്ദുമതം ഇത്രയും കാലം നിശബ്ദമായിരിക്കുകയാണ്. പക്ഷെ ഇനി അങ്ങനെയല്ല. അതെനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയക്കാർക്കും മനസ്സിലായി തുടങ്ങി. വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ അവരത് പറയുന്നുണ്ട്. പഴയതുപോലെ ആവില്ല. അത് മനസ്സിലാക്കിയാൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഹിന്ദു ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ മതത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അവന് വിഷമം. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയൊക്കെ സ്വന്തം സഹോദരന്മാരെ കരുതി തന്നെ. ഞാനിവിടെ ഇന്ത്യയിൽ അല്ലാതെ ഈ സെക്കുലാരിസം എന്നവർ പറയുന്നത് നിൽക്കും. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശ് പോലെ നിൽക്കുന്നില്ല, ഇന്ത്യയിലെ നിൽക്കുന്നുള്ളത്. ക്ഷേത്രങ്ങൾ അവിടെ അടിച്ചു തകർക്കുന്നു. പക്ഷെ അതിനുവേണ്ടി സംസാരിക്കാൻ ഒരാൾ ഇവിടെ ഇല്ലെന്നാണ്. അല്ല, സംസാരിച്ചിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ബംഗ്ലാദേശ് പോലെ ആരെ കൊല്ലുന്നു ആൾക്കാരുണ്ട് അവസ്ഥ. ഞാൻ പറയാൻ കാരണം ചില രാഷ്ട്രീയക്കാർ ഈ അയൽവക്കത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ വന്ന് അവർക്ക് വേണ്ടി അനുശോചനം പറയുകയും, അത് ഫാഷൻ, ഏത് വിപ്ലവം. സിനിമാ താരങ്ങളുണ്ട് ധരിച്ചിട്ട് വലിയ മോഡേൺ അവരുടെ പേര് പറഞ്ഞ് കരയുന്നു. കുട്ടികൾ മരിച്ചു. അതൊക്കെ ഇനി തീരും. ഇത് ഇത് സൃഷ്ടിക്കാനുണ്ട്, ട്രെൻഡ് സൃഷ്ടിക്കാൻ. അവരുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെ വിളിച്ച് പറയും ഇങ്ങനെ റിയാക്ട് ചെയ്യണേ. ബുദ്ധികൾക്കിടയിൽ, സിനിമാക്കാർക്കിടയിൽ ഇതിലൊക്കെ വീണ കുറേ മണ്ടന്മാരുണ്ട്. അവരുടെ പാവകളായിട്ട് കിടന്ന് റിയാക്ട് ചെയ്യുക, അവസാനം നാട്ടുകാരുടെ അടി വെച്ചിട്ട് ഓടും. ഇതാണ് അവർ ചെയ്യുന്നത്. കുംഭമേള ഏറ്റവും എതിർത്തത് ഇവിടെ ഒരു മുഖ്യധാര മാധ്യമമായ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറായിരുന്നു. അതിനോടൊപ്പം അതിൻ്റെ കുട പിടിച്ച് കുറച്ച് SDPI വിശ്വാസികളും സോഷ്യൽ മീഡിയ വഴി ഭയങ്കര പ്രശ്നമായിരുന്നു. അവരെതിർക്കുന്നത് വളരാണ്. ഇപ്പോൾ സിന്ധു സൂര്യകുമാർ വിചാരിച്ചു കാണും ഇങ്ങനെ വിജയിക്കുമെന്ന് വിചാരിച്ചു കാണും. ഇല്ല, അവരുടെ ജോലി അതാണ്. ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തെ വച്ചിരിക്കുന്നത് എതിർക്കാനാണ്, സുജയ പാർവതിയെ അനുകൂലിക്കാനാണ്. അങ്ങനെയാണല്ലോ ചാനൽ വയ്ക്കുന്നത്. അവരെ കുറ്റം കൊണ്ടൊരു കാര്യം. അതാണ് അവരുടെ ജോലി. അവർക്ക് എതിർത്തെങ്കിലും ശരി ഞാൻ മോശമായിപ്പോൾ ഞാൻ പറഞ്ഞു തോന്നാം, അതാണ് അവരുടെ ജോലി. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ഇപ്പം ആങ്കർമാർക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് അവർക്ക് നിലപാടുകൾ പറയാം. തീർച്ചയായിട്ടും നിലപാടുകൾ പറയാം. പക്ഷേ ഒരു സമൂഹത്തിനെ മാത്രം അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്ന ഒരു ഡ്രാഗണായിരുന്നു ഹിന്ദു. ഉറങ്ങുന്നവനെ കല്ലെറി എളുപ്പമല്ലേ. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഉണർത്തി. ഇനി അതൊരു വംശീയ വർഗീയതയിലേക്ക് പോകരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എങ്കിൽ ഹിന്ദു മാത്രമാണ് ഏറ്റവും വലിയ അപകടം. അപ്പം അങ്ങനെ പോവില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഇത്രയും സന്യാസിമാരുണ്ട്. സന്യാസിമാർ മാത്രമല്ല, ഹിന്ദുക്കൾക്കുള്ളിൽ അവൻ്റെ ഒരു ബലമുണ്ട്. അവൻ ആവശ്യമില്ലാതെ ആരെ ആക്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കീഴടങ്ങിയ സമയം ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളത്തിനുണ്ട് കീഴടങ്ങില്ലേ. ആ സമയം ബംഗ്ലാദേശ് പിടിക്കാൻ വരുന്നില്ലേ, സിലോൺ പിടിക്കാൻ വരുന്നില്ലേ, ശ്രീലങ്ക ഒക്കെ പിടിക്കാൻ വരുന്നു. എന്തിനാ മാൽദ്വീപ് പോലും നിമിഷങ്ങൾ കൊണ്ട് പിടിക്കാൻ വരുന്നു. ഇന്ന് അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത്? അവർ ഗ്രീൻലാൻഡ് പിടിക്കാൻ നടക്കുന്നു അല്ലേ. ചൈന എന്താണ് ചെയ്യുന്നത്? അവരെല്ലാം പിടിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പിടിച്ചതുപോലും തിരിച്ചു കൊടുക്കുന്നു. അത് ഹിന്ദുമതം നമുക്ക് തന്നിരിക്കുന്ന ധർമ്മചിന്തയാണ്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് അറിയട്ടെ, ഈ ചരിത്രങ്ങൾ അറിയട്ടെ. നമ്മൾ ചേർത്ത് പിടിക്കും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും അല്ല. പക്ഷേ നമ്മുടെ ബലം അത് നമ്മുടെ ദുർബലത അല്ല എന്നവർ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എല്ലാവരും നമുക്ക് വിദ്വേഷമൊന്നുമില്ല.